വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ വിളവു കൊയ്യാം. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ വിളവു കൊയ്യാം. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ വിളവു കൊയ്യാം. കർത്താവിന്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്കു നിൽക്കാം. തക്ക നേരത്തവനുയർത്തും, തക്ക നേരത്തവനുയർത്തും. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവുകളാണ് രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും. ആരൊക്കെ എതിർത്താലും രോഗശാന്തി നടക്കത്തില്ലെന്ന് പറഞ്ഞാലും രോഗശാന്തി നടന്നിരിക്കും, ഒരു സംശയമില്ല. ഹല്ലേലൂയ. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ ഗൾഫിലെ ജോലി ചെയ്യുന്നത്. അപ്പോൾ 2-3 മാസമായിട്ട് എൻ്റെ വയറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. വയറ്റിൽ മുഴയുണ്ടായിരുന്നു. എന്നാ വലിപ്പം ഉണ്ടായിരുന്നു? ഒരു ഡോക്ടർമാര് പറഞ്ഞ ഒരു ഇഡ്ഡലിയുടെ അത്ര ഒരു ഇഡ്ഡലിയുടെ വലിപ്പമുള്ള മുഴ ഈ ചായന്റെ വയറ്റിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഹാർട്ട് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തു. ഫുൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യുന്നു പറഞ്ഞു. ചെക്കിങ് ഒക്കെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈഫിനെ വിളിച്ചു. വൈഫ് ഇപ്പോൾ ഇവിടെ ഇല്ല. വൈഫ് വന്ന് വൈഫ് പറഞ്ഞു അങ്ങനെ എന്തായാലും ഒരു ധ്യാനം കൂടിയിട്ട് ഇനി ഓപ്പറേഷന് പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവശബ്ദം കൺവെൻഷനിൽ ഞങ്ങൾ 5 ദിവസം കൂടി. അപ്പോൾ രോഗികളുടെ സ്ഥലത്താണ് സ്ഥലം കിട്ടിയത്. അപ്പോൾ യൂറിന് വേണ്ടിയിട്ട് ഇത് പൈപ്പ് ഇട്ടുണ്ടായിരുന്നു. അത് യൂറിൻ പോകാൻ പ്രയാസമുണ്ടായിരുന്നു. ട്യൂബ് ഇട്ടിരിക്കായിരുന്നു യൂറിൻ പോകുവാനായിട്ട്. അങ്ങനെ സാബു ബ്രദറും റിനേച്ചിനും എല്ലാ ദിവസം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങളതിൽ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ മലപ്പുറത്ത് മൗലാന ഹോസ്പിറ്റലിൽ പോയി ഫുൾ ചെക്കപ്പ് ചെയ്തു. ഈ ചെക്കപ്പൊക്കെ അവിടെയും ചെയ്തു. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അത് ഒക്കെ ഫിലിമുള്ളതാണ്. ഇവിടെ കണ്ട അത് അവിടെ ചെന്നപ്പോൾ അത് കാണാനില്ല. ഹല്ലേലൂയ. ദൈവശബ്ദം കൺവെൻഷനിൽ 5 ദിവസം ഇരുന്ന് കർത്താവിനോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. യേശു ഈ സഹോദരനെ സ്പർശിച്ചു. പിന്നീട് ചെന്നുള്ള പരിശോധനയിൽ വയറ്റിൽ അങ്ങനെ ഒരു മുഴ ഇല്ല, ഓപ്പറേഷൻ വേണ്ട എന്നാണ് ഡോക്ടർമാര് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഡോക്ടർമാർക്ക് അത്ഭുതം എന്ത് സംഭവിച്ചതെന്ന്. കാരണം ഫിലിമുള്ളതെല്ലാത്തിനും ഈ സ്കാനിങ് ചെയ്ത എല്ലാത്തിനും അവിടെ ചെന്ന് മലപ്പുറത്ത് ചെന്ന് മൗലാന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു വലിയ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തിട്ട് 1.5 മണിക്കൂറാണ് സ്കാനിങ്. എന്നെ 2 മണിക്കൂർ എടുത്തു. പിന്നെ അവർക്ക് സംശയം തോന്നിയിട്ട് പിന്നെയും അരമണിക്കൂർ വീണ്ടും എടുപ്പിച്ചു. അപ്പൊ ഡോക്ടർമാർക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് വീണ്ടും ഒരു സ്കാൻ ചെയ്തു. ആ സ്കാനിങ് നോക്കിയപ്പോൾ ഇപ്പോ ആ സ്കാനിങ്ങിൽ ഒന്നും കാണാനില്ല. നോർമൽ പേഴ്സൺ എന്നാണ് അതിൽ എഴുതി വിട്ടേക്കണത്. ഇപ്പോ യൂറിനും പ്രശ്നമില്ല. എന്റെ മലം പോകാനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല. യൂറിൻ പോകാനും പ്രശ്നമില്ല, വയറ്റിന് പോകാനും പ്രശ്നമില്ല. മുഴ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കിയെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പുറപ്പാട് 15:26 കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഐ ആം യാഹ്വേ യുവർ ഹീലർ. യേശു സൗഖ്യദായകനാണ്, നിങ്ങളെ സൗഖ്യമാക്കും. വാഗ്ദാനം പാലിക്കാനായി ദൈവമൊരു നാളും കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. വിത്തു ചുമന്നു കരഞ്ഞു നടന്നവരെ